RSS പരിപാടിയിൽ വിസിമാർ പങ്കെടുത്തതിനെതിരെ മുഖ്യമന്ത്രിക്ക് പിന്നാലെ ആഭ്യന്തരമന്ത്രിയും രംഗത്ത്. വിസിമാർ പങ്കെടുത്തത് ഒരിക്കലും ശരിയായ നടപടിയല്ലെന്നും വിദ്യാഭ്യാസ മേഖല വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തോടും യോജിപ്പില്ലെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഒരു വിദ്യാഭ്യാസ പരിപാടിയിലൊന്നും അല്ലല്ലോ അവർ പങ്കെടുത്തത്. RSSന്റെ പരിപാടിയിൽ വിസിമാർ പങ്കെടുക്കുന്നത് ഗുണകരമായ ഒന്നല്ല, അതിൻ്റെ ആവശ്യമില്ല. അത്തരം പരിപാടികളിൽ നിന്ന് അവർ വിട്ടു നിൽക്കേണ്ടതായിരുന്നു. വൈസ് ചാൻസലർമാരെന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രാഗൽഭ്യം തികഞ്ഞ ആളുകളാണല്ലോ അവർ. എന്നാണല്ലോ നമ്മുടെ കണക്കുകൂട്ടൽ. അവരത്തരം പരിപാടികളിൽ പോകുന്നത് ഒരിക്കലും ശരിയല്ല. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തോടും ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല. RSS പരിപാടിയിൽ പങ്കെടുത്ത വിസിമാർ രാജിവെക്കണമെന്ന് KC വേണുഗോപാൽ MPയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കപടതയുടെ അക്കാദമിക് കുപ്പായം അഴിച്ചുവെച്ച ഗണവേഷം കെട്ടി RSS ശാഖകളിലേക്ക് പോകണമെന്നും രൂക്ഷ വിമർശനം. വിവരങ്ങളുമായി ലെവിൻ K. വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഇപ്പോൾ നേതാക്കളൊക്കെ തന്നെ, അത് മന്ത്രി അടക്കമുള്ളവർ പരസ്യമായി തന്നെ ഇക്കാര്യത്തിൽ രംഗത്ത് വരികയാണ്. പക്ഷേ എങ്കിലും ഇതിനു മുമ്പേ തന്നെ സർവകലാശാലകളിലെ കാവ്യവൽക്കരണം എന്ന നിലയ്ക്ക് വലിയ വിമർശനങ്ങൾ സർക്കാരിനെതിരെയും UDF-നെതിരെയും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം പ്രതികരണങ്ങളിലേക്കും പരസ്യ പ്രതികരണങ്ങളിലേക്കും മന്ത്രിമാരടക്കമുള്ളവർ വന്നിട്ടുള്ളത് എന്നുകൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കണ്ടേ? ഷാവലി, മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുതൽ രാജേന്ദ്ര അർലേക്കർ വരെയുള്ള ഗവർണർമാരുടെ സർവകലാശാലകളിലെ ഇടപെടൽ വലിയ എതിർപ്പോടുകൂടിയാണ് ഇടതുപക്ഷം സർക്കാരും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ മുന്നണിയിലെ പ്രവർത്തകരുമെല്ലാം ഒരേപോലെ എതിർത്ത് വന്നിരുന്നത്. പുതിയ സർക്കാർ വരികയും പുതിയ അക്കാഡമിക് കൗൺസിലുകൾ നിലവിൽ വരികയും വിസിമാരുടെ നിയമനമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുകയും ചെയ്തു. അതിനിടയിൽ ഒരു മൃദു സമീപനം RSS നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ RSSുമായി ബന്ധപ്പെടുന്ന ഗവർണർമാരോട് സർക്കാർ UDF സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ള ആരോപണം ഇടതുപക്ഷം ഉയർത്തി വരുമ്പോഴാണ് സർസംഘചാലകന്റെ പരിപാടിയിൽ 3 സംസ്ഥാനത്തെ വിസിമാർ പങ്കെടുക്കുന്നത്. ഇതിനെതിരെ ശക്തമായ വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഉയർന്നു വന്നത്. അതോടൊപ്പം തന്നെ അക്കാര്യത്തിൽ തുടക്കത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാതിരുന്ന UDF-ഉം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളും പിന്നീട് ആ നിലപാട് പാടെ തിരുത്തിക്കൊണ്ട് പൂർണ്ണമായും എതിർത്ത് ഈ വിസിമാർക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ അടക്കം ഒരു മൃദു സമീപനം ആ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നെങ്കിലും പിന്നീട് അത് തിരുത്തി പറയുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും വിഭിന്നമായി പരസ്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ. RSSന്റെ പരിപാടിയിൽ പങ്കെടുത്ത വിസിമാർക്കെതിരെ നിശ്ചിതമായ വിമർശനമാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചിട്ടുള്ളത്. വിസിമാർ RSS പരിപാടിയിൽ പങ്കെടുത്ത വിസിമാർക്കെതിരെ അദ്ദേഹം പറഞ്ഞത് രാജിവെക്കണമെന്ന് മാത്രമല്ല, കപടതയുടെ അക്കാദമിക് കുപ്പായം അഴിച്ചുവെച്ച് ഗണവേഷം കെട്ടി RSS ശാഖകളിലേക്ക് ഇവർ 3 പേരും പോകണം. നാടിനെ ഒറ്റുകൊടുത്ത മതനിരപേക്ഷതയെ ബലി കൊടുക്കുന്നവർ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്നുള്ളത് AICC ജനറൽ സെക്രട്ടറി പറയുന്നു. ഗവർണറുടെ സംരക്ഷണയിൽ നിന്ന് RSS മേധാവിയുടെ തണലിലേക്ക് ചേക്കേറുകയാണ് അവർക്ക് നല്ലതെന്നും RSSന് കുഴലൂതുന്ന സംസ്കാരത്തെ വളർത്താനോ ഈ നാട് അനുവദിക്കില്ല എന്നും ഈ നാട് പേറുന്നത് ഭരണഘടനാ മൂല്യങ്ങളാണ്, ബ്രിട്ടീഷ് പാരമ്പര്യമുള്ള കപട രാജ്യസ്നേഹികളുടെ ചോരയല്ലെന്നും KC വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിക്കുമ്പോൾ അതേ അഭിപ്രായത്തോട് യോജിച്ച് നിന്നുകൊണ്ടാണ് ഇന്ന് പ്രതികരണം നടത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പറയുന്നത്. RSS പരിപാടിയിൽ വിസിമാർ പോലെയുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നത് നാടിനൊട്ടും ഗുണകരമായ കാര്യമല്ല. അവർ പോയതൊരു വിദ്യാഭ്യാസ പരിപാടിയോ അക്കാഡമിക് പരിപാടിയിലോ അല്ല. അത്തരം പരിപാടിയിൽ പങ്കെടുക്കുന്ന നിലപാടും ശരിയല്ല. ഈ നാടിനെ, ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കങ്ങളോട് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്നുള്ള നിലപാടാണ് രമേശ് ചെന്നിത്തല സ്വീകരിക്കുന്നത്. അതോടൊപ്പം ഇന്ന് അല്പസമയങ്ങൾക്ക് മുൻപ് ഗുരുവായൂരിൽ വാർത്താമാധ്യമങ്ങളോട് സംസാരിച്ച K. മുരളീധരൻ, ദേവസ്വം മന്ത്രി, പറയുന്നത് വിസിമാർ RSS പരിപാടിയിൽ പങ്കെടുത്ത സംഭവത്തിൽ അദ്ദേഹം പറയുന്നത് ആദ്യം മാപ്പ് പറയേണ്ടത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണെന്ന് ഈ അല്പസമയങ്ങൾക്ക് മുൻപ് ഗുരുവായൂരിൽ വാർത്താസമ്മേളനത്തിൽ K. മുരളീധരൻ പറയുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 3 വിസിമാർ RSS പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ള വിമർശനവും ആരോപണവും കൂടി K. മുരളീധരൻ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും RSSുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ വിസിമാർ പങ്കെടുത്ത നടപടിയെ UDF നേതാക്കളും മന്ത്രിമാരും അടക്കം പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അതോടൊപ്പം തന്നെ അവർ രാജിവെക്കണമെന്നും അവരുടെ കടുത്ത നിലപാടിലേക്ക് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കൂടി എത്തുകയാണ്. ഏതായാലും ഇക്കാര്യത്തിൽ വിസിമാരുടെ ഒരു വിശദീകരണം സർക്കാർ തേടുമോ, തുടർ നടപടികൾ എന്താകുമെന്നുള്ളതാണ് രാഷ്ട്രീയ ആകാംക്ഷയായി നിലനിൽക്കുന്നത്. ശ്യാമിലി.